കാർഷിക സർവകലാശാല നാഥനില്ലാത്ത അവസ്ഥയിലാണെന്ന് റിപ്പോർട്ട്. കെ ജയകുമാർ കാർഷികോൽപാദന കമ്മീഷണറായിരിക്കെയാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. കാർഷിക പ്രതിസന്ധിയുടെ നാളുകളിൽ കർഷകന് സഹായമായി ഒന്നും ചെയ്യാൻ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. കാർഷിക സർവകലാശാലയുടെ കഴിഞ്ഞ ബജറ്റ് അവതരണത്തിനിടെ ഉണ്ടായ രംഗങ്ങളാണിത്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് സർവകലാശാലയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് കാർഷികോൽപാദന കമ്മീഷണറായിരുന്ന കെ ജയകുമാർ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാകും. സർവകലാശാലയിൽ ഗവേഷണ ഭരണരംഗം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. കാര്യങ്ങൾ ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വൈസ് ചാൻസലർക്കോ രജിസ്ട്രാർക്കോ കഴിയുന്നില്ല. കർഷകന് ഗുണകരമായ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. പണമില്ലായ്മയാണ് പ്രധാന പോരായ്മയായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അധ്യാപകരുടെ ഒഴിവ് ഒന്നും രണ്ടുമല്ല, 1150. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും UGCയുടെയും ദേശീയ കാർഷിക ഗവേഷണ കൌൺസിലിന്റെയും ഫണ്ട് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല. തോട്ടങ്ങളെല്ലാം നാശത്തിന്റെ വക്കിലാണ്. ഇവയെ പുനരുജ്ജീവിപ്പിച്ച് വരുമാന സ്രോതസ്സാക്കി മാറ്റുക എന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. മൊത്തത്തിൽ അക്കാദമിക് രംഗത്തെ മുരടിപ്പ്, ഗവേഷണ പ്രവർത്തനങ്ങളിലെ നിശ്ചലാവസ്ഥ, ഭരണരംഗത്തെ നിഷ്ക്രിയത്വം എന്നിവ ചേർന്ന് സർവകലാശാലയെ ഒരു പൊതുമേഖലാ സ്ഥാപനം പോലെ ആക്കി തീർത്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.